ഹായ് ഗൈസ്. വേൾഡിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലറും അതുപോലെയുള്ള ഫാൻ ബേസും ഉള്ള ഒരു സീരീസ് ആണ് ഗെയിം ഓഫ് ത്രോൺസ്. അതിന്റെ ലാസ്റ്റ് സീസൺ എന്നെ വളരെയധികം ഡിസപ്പോയിന്റ് ചെയ്തിരുന്നു. എന്നിരുന്നാൽ പോലും എന്റെ ബെസ്റ്റ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സീരീസുകളിൽ ഒരു സീരീസ് ആണ് ഗെയിം ഓഫ് ത്രോൺസ്. അതിന്റെ പ്രീക്വൽ ആയിട്ട് ഇപ്പൊ റിലീസ് ആയിരിക്കുന്ന പുതിയൊരു സീരീസ് ആണ് ദ നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ആയിരിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ആയിട്ടുണ്ട്. അപ്പം അത് ഈ ഗെയിം ഓഫ് ത്രോൺസിന്റെ സ്റ്റോറി നടക്കുന്ന ഒരു 100 years മുമ്പുള്ള ഒരു സ്റ്റോറിയാണ്. അതില് മെയിൻ ആയിട്ട് ഇപ്പം ഡങ്കൻ ദ ടോൾ എന്ന് പറയുന്ന അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് വരുന്നത്. ആർ മാർട്ടിന്റെ ഹെഡ്ജ് നൈറ്റ് എന്ന് പറയുന്ന നോവലിന്റെ അഡാപ്റ്റേഷൻ ആണ് ഈ സീരീസ്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ട് ഞാൻ തീർത്തു. അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ആ ഒരു ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷന്, പിന്നെ ആ ക്യാരക്ടറിന്റെ ചെറിയ രീതിയിലുള്ള ഒരു ബാക്ക് സ്റ്റോറി, അങ്ങനെ ആ ക്യാരക്ടർ ബിൽഡിങ്, അതാണ് ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ്. പിന്നെ നമ്മുടെ നമ്മള് ഗെയിം ഓഫ് ത്രോൺസിൽ കേട്ടേക്കുന്ന സിറ്റീസ്, പിന്നെ ആൾക്കാരുടെ ഒരു ഫാമിലീസ്, അതൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റോറി ലൈനും ആ ഒരു ഫ്ലോയും എല്ലാം ഗെയിം ഓഫ് ത്രോൺസുമായിട്ട് ചെറിയ നമുക്ക് അതുമായിട്ട് ഒരു സാമ്യം ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലാണ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ് ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് എപ്പിസോഡ്. ആൻഡ് അതുപോലെ തന്നെ ഇതിന്റെ ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒരു അഡാപ്റ്റേഷൻ ആയിട്ടാണ് ഹൗസ് ഓഫ് ദ ഡ്രാഗൺസ് ഇറങ്ങിയത്. ഗെയിം ഓഫ് ത്രോൺസിന്റെ പ്രീക്വൽ ആയിട്ട് തന്നെയാണ്. അതില് ഡ്രാഗൺസ് ആ ഒരു സ്റ്റോറിയാണ് മെയിൻ ആയിട്ട് കൊടുത്തിരുന്നത്. അതിന്റെ നെക്സ്റ്റ് സീസൺ ഈ ഇയറിൽ റിലീസ് ചെയ്യും. ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഓൾസോ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഹൗ ദിസ് സീരീസ് ഗോസ്. And thanks for the support. Please keep supporting the channel. Thank you.